നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗൃഹപാഠത്തിൽ നിന്നും സംസാരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ സൗഭാഗ്യരത്നങ്ങളുടെ സ്വാധീനം. നമ്മളോടൊപ്പം ജമോളജിസ്റ്റ് ഡോക്ടർ ബാബുരാജ് പാമ്പൂർ. നമുക്ക് എല്ലാവർക്കും അറിയാം, രത്നങ്ങളോടുള്ള പ്രിയ മനുഷ്യർക്ക് പണ്ടുകാലം മുതൽക്കേ ഉണ്ട്. രാജാക്കന്മാരും അല്ലെങ്കിൽ അവർ സാധാരണക്കാർക്ക് സമ്മാനമായി നൽകിയിരുന്ന ഒക്കെ രത്നങ്ങളാണ്. അപ്പോൾ രത്നങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഓരോ തരം സ്റ്റോൺസും അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഇങ്ങനെ നമ്മൾ ജ്വല്ലറി തന്നെ ഒരുപാട് തരത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഒരു ഇടക്കാലത്ത് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന ആൾക്കാർക്ക് ഇന്ന രത്നങ്ങൾ എന്നൊരു തരംതിരിവ് വന്നു. അത് എന്തിന്റെ ബേസിലാണെന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു തുടങ്ങാം. സാർ, ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ രത്നങ്ങൾ ഇപ്പം ചൂസ് ചെയ്ത് ഇന്ന ആൾക്ക് ഇന്ന രത്നം, അത് എന്തിന്റെ ബേസിലാണ് ശരിക്കും അങ്ങനെ ഒരു സെലക്ഷൻ വരുന്നത്? ഇത് പണ്ട് കാലത്ത് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരാ. അപ്പൊ ഇത്രയും വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കൾ വന്നാലും രാജ്യത്തിന് സമർപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഇവിടെ സാധാരണ നിയമങ്ങളും അതുപോലെ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കൈകളിലേക്ക് ഓരോ ഭാഗങ്ങളെത്തി. ഒരു ഗ്രാമം വികസിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഖനികൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനൊരു മാർക്കറ്റ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പണ്ട് പാസ്റ്റർ സമ്പ്രദായം എന്ന് പറഞ്ഞ സംഭവങ്ങൾ നിലനിന്നിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം മുത്തും പവിഴും ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദിലെ മുത്തും പവിഴും വിദേശത്തേക്ക് പോയിരുന്നു. ബർമയിലുള്ള സ്റ്റോണുകളൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പം എല്ലാവർക്കും പണ്ട് അത്രയും റോയൽ ഫാമിലികളിലും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികൾക്കും മാത്രമേ ഇത് കിട്ടിയിരുന്നുള്ളൂ, അതിൽ കിട്ടാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പൈസ ഉള്ള വ്യക്തികൾക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പൺ മാർക്കറ്റുകൾ അപ്പം എല്ലാ ടൗണുകളിലും, കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാ ടൗണുകളിലും ജ്വല്ലറികളിൽ വേറൊരു സെക്ഷൻ തന്നെ ഈ ജെംസിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ജെമോളജിയോ അല്ലെങ്കിൽ ആസ്ട്രോളജി ബേസ്ഡ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരൊരു ചാർത്താണ്, ഇപ്പോൾ ഇന്ന നാളുകാർക്ക് അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്ക് ഇന്നത് ഉപയോഗിക്കാം എന്നുള്ളൊരു ചാർട്ട് വെച്ചിട്ട് ഒരു ചാർട്ട് ചെയ്ത രീതിയിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് ശാസ്ത്രീയത, അതിൽ തികച്ചും ശാസ്ത്രീയത എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ ശാസ്ത്രീയതയുള്ളൂ അതിന്. കാരണം ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന സ്റ്റോൺ അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് ഇന്ന സ്റ്റോൺ, അങ്ങനെ സ്റ്റോണുകൾ അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ ശരീരം, മനസ്സ്, ചിന്തകൾ, ജോലി, ഇതെല്ലാം റിലേറ്റഡ് ആണ് ഈ സ്റ്റോണിന്റെ ധാരണം. സ്റ്റോണിൽ വളരെയധികം എഫക്റ്റ് ഉണ്ട്. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഇത്രയും സ്പീഡായിട്ടും നമുക്ക് ഈ രത്നധാരണത്തിനൊന്നും ഒരു സ്റ്റോൺ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് മഹേഷ് വടശ്ശേരിയാണ്. ഓക്കെ സാർ, ചോദിച്ചോളൂ, എന്താ ഡൗട്ട്? ഓക്കെ, അതിന് വേണ്ടി ഒരു കല്ല് കണ്ടകശനി ഇപ്പൊ ഈ നവംബർ 15 മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, കണ്ടകശനി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അയണിന്റെ കണ്ടന്റ് വളരെയധികം കുറയുന്ന സമയങ്ങളാണ്. കാരണം ഭൂമിയുടെ അകലേന്ന് ഈ ശനി നിൽക്കുന്നത് 12,000 കോടി കിലോമീറ്റർ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലാണ് ഈ അയണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അതിൽ കുറയും. അതിൽ ഇന്ദ്രനീലാണ് ഏറ്റവും നല്ല സ്റ്റോൺ. അത് ഇന്ദ്രനീലം മിഡിൽ ഫിംഗറിൽ. അപ്പൊ ഇന്ദ്രനീലത്തില് അയണും ടൈറ്റാനിയം ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറെ മാറ്റങ്ങൾ ഇന്ദ്രനീലത്തിലൂടെ. പക്ഷെ ധരിക്കുമ്പോൾ ഇന്ദ്രനീലം നന്നായിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാം. 3.5 ക്യാരറ്റ്, 3.5 ക്യാരറ്റ്, 3.5 ക്യാരറ്റ്. അത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ജെമോളജിസ്റ്റോ അല്ലെങ്കിൽ ജെം വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഇത് കിട്ടുക, ജ്വല്ലറികളിൽ. നമ്മുടെ നാള് മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടകശനിക്കുള്ള ചോദ്യമല്ലേ ചോദിച്ചേ? നാളായിട്ട് ബന്ധമല്ലേ അത്? കാരണം ശനി എന്ന് പറയുന്നത് ഇപ്പോ ഓരോ രാശികളിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 കൊല്ലാണ് ശനി സഞ്ചരിക്കുന്നത്. അത്രയും കാലഘട്ടങ്ങളാണ് ഈ കണ്ടകശനി എന്ന് പറഞ്ഞ സമയം വരുന്നത്. ആ 2.5 കൊല്ലം നമുക്ക് കുറെ ഡിപ്രഷൻസും ടെൻഷൻസും കുറയ്ക്കാനായിട്ട് ഈ സ്റ്റോണിനെ കൊണ്ട് സാധിക്കും. പക്ഷെ ഒറിജിനൽ നീലം തന്നെ ആയിരിക്കണം. ഓക്കെ, വിളിച്ച് വളരെയധികം സന്തോഷം. സാർ, ഇപ്പം പറഞ്ഞു നമുക്കിപ്പം കൂറ് ബേസ് ചെയ്തിട്ട്, മേടക്കൂറ്, ഇടവക്കൂറ്, അങ്ങനെ ബേസ് ചെയ്തിട്ട്, പിന്നെ നക്ഷത്രങ്ങൾ ബേസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഓരോ നമ്മുടെ ഇപ്പം സോഡിയക് സൈൻ ബേസ് ചെയ്തിട്ട്, അങ്ങനെ പല രീതിയിൽ രത്നങ്ങൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും വേരിയേഷൻ വരാം. ഇപ്പം ഞാൻ എന്ന വ്യക്തിക്ക് കൂറ് നോക്കുമ്പോൾ ഒന്നായിരിക്കും, നക്ഷത്രം നോക്കുമ്പോൾ വേറെ ഒന്നായിരിക്കും, അങ്ങനെ ന്യൂമറോളജി നോക്കുമ്പോൾ വേറെ ഒന്നായിരിക്കും. അപ്പോൾ ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? നമ്മൾ എങ്ങനെയാണ് ശരിക്കും സെലക്ട് ചെയ്യേണ്ടത്? ശരിക്കും സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ജാതകം വെച്ച് അഷ്ടവർഗം എന്ന് പറഞ്ഞ ഇതിൽ കൂടെ ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കി ഉപയോഗിക്കുന്നതാണ് ജാതകത്തിന്റെ രീതി. അത് ശാസ്ത്രീയതയാണ്.
പക്ഷെ അത് കൂടുതൽ കുറച്ച് സാൻസ്ക്രിറ്റിന്റെ വെർഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും മാത്രമേ ജാതകം വെച്ച് നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ പർപ്പസാണ് പ്രധാനമായിട്ട്. ഒരു മനുഷ്യന് എന്താണ് ആവശ്യം? ഇപ്പൊ വളരെ റിലാക്സ് ആണോ ആവശ്യം? റിലാക്സിന് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ ഈ കോറണ്ടം ഗ്രൂപ്പിൽ പെട്ടുള്ള സ്റ്റോണുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൽ പെട്ടുണ്ട്. ഇപ്പൊ ചൂടും തണവും തമ്മിലുള്ള അകലാണ് ഈ സ്റ്റോണുകൾ തമ്മിലുള്ളത്. ഇപ്പൊ ചൂടുള്ള രത്നങ്ങൾ, തണുത്ത രത്നങ്ങൾ. അപ്പൊ ഒരു സ്വത്തുണ്ടാവാൻ രത്നം സ്വാധീനം ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. കാരണം ഒരു മനുഷ്യന്റെ മനസ്സിന് റിലാക്സ് കൊടുക്കാനായിട്ട് കുറെ രത്നങ്ങൾക്ക് സ്വാധീനിക്കും. അതിന് ഏറ്റവും ആവശ്യം വ്യക്തിയുടെ ശാരീരികാരോഗ്യം മസ്റ്റാണ് അതില്. അപ്പൊ നമ്മളൊരു ജാതകത്തിന്റെ തലക്കുറി മാത്രം നമ്മൾ കണ്ടിട്ട് അതിൽ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നിത്യരോഗിയായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് റൂബിയോ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ടുള്ള രത്നായ വൈഡൂര്യം എന്തെങ്കിലും നമ്മൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിന് കൂടുതൽ അസുഖങ്ങൾ വരാം. അപ്പൊ ആ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത്. അതിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ശൈലിയിൽ വെച്ചിട്ട് ജാതകം വെച്ച് നമുക്ക് നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റും. വിദേശ രാഷ്ട്രങ്ങളിൽ ന്യൂമറോളജിയാണ്, അത് കെയ്റോ എന്നുള്ള ശാസ്ത്രത്തിന്റെ അദ്ദേഹത്തിന്റെ ഇതിൽ കൂടെയാണ് കൂടുതൽ എടുക്കുന്നത്. പക്ഷെ നമുക്ക് എഫക്റ്റീവ് ആണെങ്കിൽ ആ വ്യക്തിയുടെ ആവശ്യം, ശരീരത്തിന്റെ അവസ്ഥ, ആരോഗ്യത്തിന്റെ അവസ്ഥ, ഇതെല്ലാം കൂടുതൽ മുൻതൂക്കം എടുത്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു വ്യക്തിയായിട്ടുള്ള പേഴ്സണൽ കൺസൾട്ടേഷൻ ശേഷമേ നമുക്ക് ശരിക്കും ഒരു ജെം ഏതാണെന്ന്. കാരണം ഈ സ്കിൻ അലർജി അല്ലെങ്കിൽ സോറിയാസിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, അതൊക്കെ ചൂടിന്റെ അംശമുള്ള ഇതാണ്. അപ്പൊ അതിന് ചെമ്പവിഴം അല്ലെങ്കിൽ റൂബി, ഒറിജിനൽ ചെമ്പവിഴം റൂബിയൊക്കെ ഒരു പരിധിക്ക് വിട്ട് സൈസ് കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ ശരീരത്തിൽ കുരുക്കൾ, അതേപോലെ സ്കിന്നിന്റെ അലർജി ഇതെല്ലാം കൂടുള്ളൂ. ഒരിക്കലും ശ്രദ്ധിക്കില്ല ഒരു ജം മുഖേനയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ശരീരത്തില് ഇപ്പൊ 7 ആഴ്ചകളുള്ള പോലെ തന്നെ സൂര്യന്റെ 7 വലയങ്ങളാണ് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതില് ഈ ഒരു വലയം ഇൻഡിഗോ അല്ലെങ്കിൽ ആ കളറാണ് ഈ പൗഴത്തിൽ കൂടുന്നത്. ആ കളർ കൂടുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. അപ്പൊ ചൂട് കൂടുമ്പോൾ ഈ അസുഖം ഒന്നും കൂടി കൂടും. അപ്പൊ അത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും പ്രിഫർ ചെയ്യുമ്പോൾ എന്റെ നാള് ഇന്ന നാളാണ്, ആ നാളിന് എന്താ കല്ല് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നക്ഷത്രം എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ഉദ്ദേശിച്ചു വരുന്ന വെച്ചാൽ ഒരു നക്ഷത്രം കുറെ അധികം ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ അയാളുടെ പെക്യുലാരിറ്റീസിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ ശരിക്കും ചൂസ് ചെയ്യാൻ ശരിക്കും എഫക്ട് കിട്ടുള്ളൂ. നമുക്കൊരു സ്റ്റോൺ ഏതേ ആർക്ക് വേണമെങ്കിൽ മേടിച്ചിടാം. കാരണം നമുക്കൊരു എഫക്റ്റിനാണെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. കാരണം ഇപ്പോ ഒരു നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഒരേ നക്ഷത്രത്തിൽ ഒരേ ഡേറ്റിൽ എത്രയോ പേര് ഇതുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തി തന്നെ അതിശൈത്യമുള്ള സ്ഥലത്ത് ജനിക്കുന്നുണ്ട്. അപ്പം 2 പേർക്ക് ഈക്വൽ ആയിട്ടാവില്ല ഇത് ചെയ്യാം. പിന്നെ കല്ല് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ഇപ്പൊ ഒരു സ്റ്റോൺ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് പകരം വേറെ സ്റ്റോൺ ഇല്ല. അതാണ് അതിന്റെ മൂല്യം കൂടുന്നത്. പിന്നെ ഹലോ, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാന് നൂറിനാട്ടിൽ വീണയാണേ. ഓക്കെ, വീണ മാം സംസാരിച്ചോളൂ. എനിക്ക് എന്റെ ബർത്ത് സ്റ്റോൺ എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ബർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു നാളിനെ എനിക്ക് ജോലി കിട്ടാനുള്ള എന്തെങ്കിലും. നാളെന്താ? നാളെ ഭരണി. ഭരണി. ഓക്കെ. എത്ര വയസ്സായി? ഇപ്പൊ 35 കഴിഞ്ഞ്. ഓക്കെ. ഇന്റർവ്യൂസിനൊക്കെ ഇന്റർവ്യൂസിനൊക്കെ പോവാറുണ്ടോ? ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുമ്പോ? ഇന്റർവ്യൂവിനൊക്കെ പോയി എല്ലാം പിന്നെ ഒന്നും എല്ലാം ഒരു സക്സസ് ആയിട്ട് വരുന്നില്ല. ഓക്കെ. അവിടെ വെച്ച് നമുക്ക് കൂടുതൽ ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ? ശരിക്കും ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഗോൾഡൻ ടോപ്പാസ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്. ഗോൾഡൻ ടോപ്പാസ് അധികം കോസ്റ്റ്ലി അല്ല. പക്ഷെ ഗോൾഡൻ ടോപ്പാസ് എന്ന് പറഞ്ഞാൽ സിട്രിൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. സിട്രിൻ. അത് റിംഗ് ഫിംഗറിൽ ഒരു 2.5 കാരറ്റ് ധരിക്കുക. അപ്പൊ ഈ നമുക്ക് ഇന്റർവ്യൂവിനായാലും വളരെ കോൺഫിഡന്റ് കൂടുതൽ കിട്ടും. അതോടൊപ്പം നന്നായിട്ട് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സക്സസ് ആവും. അയ്യോ, അത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ജമോളജിയാണ്. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം സാർ. അപ്പം നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇപ്പൊ സാർ പറഞ്ഞു റേസ് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ അതിന്റെ എഫക്ട് എങ്ങനെയാണ്? അതിന്റെ ഇതൊരു ഇപ്പൊ നമ്മള് ഈ ആസ്ട്രോളജിയുടെ ബേസിൽ കൂടെ ഞാനത് പറയാം. കാരണം നമ്മള് ജനിക്കുമ്പോ ജാതകം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും നിൽക്കുന്ന നമുക്ക് സ്വാധീനം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ആ സമയത്ത് എങ്ങനെയാണ് ആ ഗ്രഹങ്ങള് പൊസിഷൻസ് എന്നുള്ളതാണ് ജാതകം.
അപ്പോൾ കുറേ അകലെ നിൽക്കുന്ന ഒരു ഗ്രഹം നമ്മുടെ ശരീരത്തിലേക്ക് സ്വാധീനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഗ്രഹവും നമ്മളായിട്ട് എന്ത് ബന്ധം എന്നുള്ളതാണ് കൂടുതൽ ചോദ്യം വരിക. അപ്പോൾ ഈ സ്വാധീനം ചെയ്യുന്ന 7 ഗ്രഹങ്ങളും 2 നിഴൽ ഗ്രഹങ്ങളും ഉണ്ട്. 2 നിഴൽ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുകേതുക്കൾ. അത് ഗ്രഹമല്ല, നിഴൽ ഗ്രഹമാണ്. ഈ 7 ഗ്രഹങ്ങൾക്കും ഓരോ കളറുകളുണ്ട്. ഓറ എന്ന് പറയും, പ്രഭാവലയം. ഏത് ജൈവാംശമുള്ള ഏത് ശരീരത്തിനും അല്ല എന്ത് വസ്തുവിനും, മൃഗങ്ങൾക്കുണ്ട്, ഈ ചെടികൾക്കുണ്ട്, എല്ലാത്തിനും ജൈവാംശമുള്ള ഈ ഓറ പ്രഭാവലയത്തിന് തിക്നെസ് വളരെയധികം കുറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചാരത്തിലുണ്ട് ഈ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വാക്കുദോഷം, നാക്കുദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലത് പറയാൻ അന്ധവിശ്വാസമാണെന്ന്. ചില സമയങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഓറ ക്രാക്കായി പോകും. അത് ക്രില്യൻ ക്യാമറ, അങ്ങനെ ഇപ്പോൾ പുതിയൊരു ക്യാമറ ഇപ്പോൾ വന്നിട്ടുണ്ട്, റഷ്യൻ മെയ്ഡായിട്ട് ക്യാമറ. അതിൽ കൂടെയൊക്കെ നമ്മുടെ ഓറയുടെ കളറുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ 7 ലെയറുകളിൽ നമ്മുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതിൽ ചില കളറുകളും ചില വലയങ്ങളൊക്കെ വളരെ തിക്നെസ് കുറയും. ഇതിനെ അൾട്രാ വയലറ്റ് ആയ നമ്മുടെ സൂര്യപ്രകാശം, കോസ്മിക് കിരണങ്ങളൊക്കെ കടത്തി ഇതിൻ്റെതായ പ്രകാശങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ റീബിൽഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോൺ ഇത്ര ക്യാരറ്റ്, ഇത്ര ക്വാണ്ടിറ്റി, ഈ ഫിംഗർ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാധീനം കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഓറ റീക്രിയേറ്റ് ചെയ്യണം. നാച്ചുറലായിട്ട് കിട്ടുന്നതിലും കൂടുതൽ നമ്മളത് ഇപ്പോൾ വ്യാഴം, ജൂപ്പിറ്ററിൻ്റെ എനർജി എന്ന് പറഞ്ഞത് അലുമിനിയം സിലിക്കേറ്റാണ്. അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികാരിയാണ്. അധികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൗഡായിട്ടുള്ള ജോലി ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെ എക്കണോമിക്കലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉള്ള ജോലികൾ ചെയ്യുമ്പോൾ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഇത് വരും. അതിന് അങ്ങനെ വരുമ്പോൾ ഈ അലുമിനിയം സിലിക്കേറ്റ് എന്നുള്ള ഈ എനർജി നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടായിരിക്കും. അങ്ങനെ ഓരോ എനർജികളാണ് ഈക്വലൈസ് ചെയ്യുക. ഇപ്പൊ ലെവൽ എന്നൊരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജമോളജിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം.